ഇന്നീ കാണുന്ന മതങ്ങളും സംസ്കാരങ്ങളും സംസ്കൃതികളുമൊന്നും ഒരു വ്യക്തിയുടെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റേതോ മാത്രമല്ല. പൗരാണികമായി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി രൂപപ്പെട്ട മനുഷ്യവർഗം കടലുകളും കായലുകളും കുന്നും മലയും ഉടുതുടി പോലുമില്ലാതെ ഉരുണ്ടും പെരണ്ടും ഓടിയും ചാടിയും കണ്ടും കേട്ടും കൊണ്ടും പഠിച്ചും അനുഭവിച്ചും നിരീക്ഷിച്ചും പഠിച്ചും തീരുമാനങ്ങളെടുത്തിയും പ്രകൃതിയുടെ വികൃതങ്ങളെ പേടിച്ചും പ്രഭാവങ്ങളെ ആരാധിച്ചും പടച്ചുണ്ടാക്കിയെടുത്ത സംസ്കൃതിയാണ്. അതിന് ചില തൽപര കക്ഷികൾ ഭൂഖണ്ഡങ്ങളെന്നും ഭൂമധ്യരേഖയെന്നും ഭൂപടമെന്നും അതിർവരമ്പുകൾ തീർത്ത് അതിനുള്ളിൽ മതങ്ങളെ തീർത്ത് ദൈവങ്ങളെ തീർത്ത് അവയ്ക്കിരിക്കാൻ ആരാധനാലയങ്ങൾ തീർത്ത് അവയ്ക്ക് വേണ്ടി മതഗ്രന്ഥങ്ങൾ പടച്ചുണ്ടാക്കി ചുറ്റുമതിലുകൾ തീർത്ത് അവയ്ക്ക് പുറത്ത് കുന്തവും കുരിശും കുറുവടിയും ചന്ദ്രക്കരയും അടയാളങ്ങൾ സ്ഥാപിച്ച് കാവലാളെ നിർത്തിയിട്ട് പുറത്തുള്ള മൃഗങ്ങൾക്കും ഭക്ഷണത്തിൽ വരെ മതങ്ങളുടെ പേരുകൾ ചാർത്തി പശുവും പോത്തും ഹിന്ദുക്കളുടേതെന്നും പട്ടിയും പന്നിയും ക്രിസ്ത്യാനികളുടേതെന്നും മൂരി മുസൽമാൻ്റേതെന്നും പത്തിരിയിറച്ചി മുസൽമാൻ്റെയും സാമ്പാറും ചോറും ഹിന്ദുവിൻ്റെയും താറാവ് കറിയും ബപ്പാസും ക്രിസ്ത്യാനിയുടെയും